ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിധിയാസ് ഫുഡ്സ്. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചില്ലി വഴുതനങ്ങയാണ് കേട്ടോ. ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഒക്കെ നല്ല കോമ്പിനേഷനാണിത്. ഈ കറി വഴുതനങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണിതിന്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട്. ചുമ്മാ സാദാ വെള്ളമാണ് കേട്ടോ, ഉപ്പൊന്നും ചേർത്തിട്ടില്ല, സാദാ വെള്ളമാണ്. ഇതിങ്ങനെ വെള്ളത്തിലിട്ട് നമുക്കൊരു 30 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ ഈ വഴുതനങ്ങയിലുള്ള കറയൊക്കെ ഒന്ന് പോയി കിട്ടും. 30 മിനിറ്റിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഒരുപാട് പ്രസ് ചെയ്ത് പിഴിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ എല്ലാ വഴുതനങ്ങയും അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 5 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒരു സ്പൂൺ വച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞു വച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്, കുറേശ്ശെ വെള്ളം കുറേശ്ശെ ആയിട്ട് തളിച്ച് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം ഇരിക്കാനായിട്ട്. എല്ലാ വഴുതനങ്ങയിലും മസാല ഇങ്ങനെ കോട്ട് ചെയ്ത് ഇരിക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഒരു പാനിൽ ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും, പക്ഷെ കുഴപ്പമില്ല. നമ്മളിത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അത് അടർത്തിയെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്, ഒരുപാട് കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, അത് കുഴഞ്ഞു പോവും. ഒരു വശം ഫുള്ളായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് കോരി മാറ്റി കൊടുക്കാം. ഇത് ഏത് ടിഷ്യൂ പേപ്പറിലോട്ടോ കിച്ചൺ ടവലിലോട്ടോ ഇട്ട് കൊടുക്കാം. ഇത് ബാക്കിയിരിക്കുന്ന വഴുതനങ്ങയും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ടാമത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വഴുതനങ്ങയുടെ ബാറ്റർ വെള്ളം ഇറങ്ങിയിട്ട് ലൂസായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് തിക്കാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മുഴുവൻ വഴുതനങ്ങയും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ ചൂടാവാൻ വയ്ക്കാം. ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി മീഡിയം സൈസിലുള്ള 3 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി സവോള ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴണ്ട് അതിൻ്റെ കളറ് മാറിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും മീഡിയം സൈസിലുള്ള 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, ഇത് മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്കിനി 1/2 ടേബിൾ സ്പൂൺ സോയ സോസ്, 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ശേഷം ഇതിലേക്ക് 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴേ കുറച്ച് ചേർത്താൽ മതി, കാരണം സോയാ സോസിനും നമ്മൾ ഒഴിച്ച എല്ലാ സോസിനും നല്ല ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി വിതറി കൊടുക്കാം. ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചില്ലി വഴുതനങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് വെറുതെ പറയുന്നതല്ല. ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുത്ത സമയത്ത് അവർക്കിത് വഴുതനങ്ങയാണെന്ന് അറിയാൻ പറ്റിയില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവരൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.